നീതി നിഷേധിക്കപ്പെട്ടവർക്കായി ശബ്ദമുയർത്തുന്നവൻ. സബ്സ്ക്രൈബ് കോയിപ്പടാൻ യൂട്യൂബ് ചാനൽ. 3 കൊല്ലം കൊണ്ട് പിന്നെ മാനസികമായിട്ട് വിഷയമുണ്ട്. കാര്യം വെച്ചാൽ ഇവർ അവിടെ കടവിൽ കുറച്ച് വസ്തുണ്ട്, 50 സെന്റ് വസ്തുവാണ് പട്ടയം ഉള്ളത്. ഇത് ചെറുക്കര പഞ്ചായത്ത് ഇടപെട്ട് പുളിക്കടവ് ഉപ്പുകടവ് അളപ്പിച്ചായിരുന്നു. പുളിക്കടവ് എന്ന് പറയുന്നത് എൻ്റെ വാർഡിലാണ്. പിന്നെ ഉപ്പുകടവ് എന്ന് പറയുന്നത് എൻ്റെ വാർഡ് 15 വാർഡിൽ ചേരുന്നതാണ്. അപ്പോൾ അവിടെ അളപ്പിക്കാൻ പോയ സമയത്ത് ഞാനാണ് വാർഡ് മെമ്പർ രീതിയിൽ ഞാനും പോയി മുൻകൈ എടുക്കുകയാണ് ചെയ്തത്. അന്നോട്ട് എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. അല്ല, ഈ മോങ്കുട്ടൻ എന്ന് പറയുന്ന ആളുടെ പിന്നെ പ്രോപ്പർട്ടി ആണോ അത്? മോങ്കുട്ടൻ എന്ന് പറയുന്ന 50 സെന്റ് വസ്തുവുള്ളൂ. ബാക്കി മൊത്തം പിന്നെ ഗവൺമെന്റ് പുറമ്പോക്ക് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതൊരു ഗുണ്ടായുസത്തിന്റെ പേരിൽ കൈയടക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ അത് പിന്നെ കൃത്യമായിട്ട് അളവെടുപ്പിച്ചു എന്നുള്ള ഒരു പ്രകോപനം വേണ്ടി നമ്മള് അപേക്ഷ കൊടുത്ത് കൊല്ലത്തുനിന്ന് സർവേ ഓഫീസിൽ നിന്ന് ആള് വന്ന് സർവേ ഓഫീസിൽ ആള് വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, കുറെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി. അന്ന് അളവ് നടന്നില്ല, അവരും തിരിച്ചു പോയി. അപ്പൊ ഇവർക്ക് പട്ടയം കിട്ടിയ ഭൂമിയാണ് 50 സെന്റ് വസ്തു. ഇപ്പൊ അവരെ കൈവശമുള്ളതെന്ന് വെച്ചാൽ 2 ഏക്കർ എടുത്ത് കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ജീവിക്കേണ്ട വസ്തുവാണ്. പഞ്ചായത്തിന് ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് ഈ വസ്തു അളക്കാനുള്ള തീരുമാനമായത്. അന്നുതൊട്ട് നമ്മളടുത്ത് ഒരു ഇതുണ്ട്, നമുക്ക് ഒരു ഭീഷണി സ്വരത്തിലും പല ആൾക്കാരിൽ നിന്നും വിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ലേ? ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ പിന്നെ 2012 കാപ്പയില് കിടന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞ ശേഷം നിരവധി കേസുകളുണ്ടായിരുന്നു. കഞ്ചാവ്, MDMA ഉള്ള ഈ കൊറോണ സമയത്ത് ചാരായ കച്ചവടം, ചാരായം മാറ്റൊക്കെ നടത്തി അതിനെല്ലാം നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ അന്ന് ചാരായത്തിന്റെ കച്ചവടമില്ല. നമ്മളെ പാർട്ടായതുകൊണ്ട് നമ്മൾ അതിനെതിരെ എക്സൈസിനടുത്ത് കൃത്യമായിട്ട് മാസ കമ്മിറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നതിലൂടെ വരുന്നുണ്ടായിരുന്നു. എക്സൈസ് വന്ന് അതിനകത്തൊക്കെ നമ്മുടെ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ഇത് സംഭവം നടന്ന എവിടെ വെച്ചായിരുന്നു? ഏതാണ് ഇന്നത്തെ ഈ സംഭവം എന്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് വെച്ചിട്ട് ഇയാള് മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ഞാൻ എതിരെ വരുന്ന കാറ് കൊണ്ടുവന്ന് എനിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ, എന്റെ വൈഫ് സൈക്കിൾ പോകാൻ പറ്റാത്ത രീതിയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് മറ്റൊരാളുടെ അടുത്ത് സംസാരിച്ചത്. അയാള് നോർമലായിട്ടുള്ള കാര്യം പറഞ്ഞു, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ജീവിക്കണം. ഇവർക്ക് പിന്നെ ഒരു ഗുണ്ടായുസത്തിലൂടെ ചെയ്യാനുള്ള പരിപാടി, അതായത് ടൂറിസം ഗുണ്ടായുസത്തിലൂടെ അവർ മാത്രമേ ചെയ്യാവൂ, വേറെ ആരും ചെയ്യരുതെന്നൊരു രാഷ്ട്രീയമുള്ള 1-2 ആഴ്ചയായിട്ട് റോഡിലൊക്കെ നിൽക്കുന്നവരൊക്കെ നിൽക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളയും കൊന്നുകളയുന്നൊക്കെ സാധാരണപ്പെട്ടവരല്ലേ അങ്ങോട്ട് നിന്ന് ഇതാണ് പരാതി പറയും. ഇത് ഞാൻ കേട്ടോണ്ട് ചെല്ലുന്നത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതാണ്, ഭീഷണി പറയുന്നതാണ്. അപ്പൊ ഞാനത് പറഞ്ഞ് എല്ലാരും ജീവിക്കാൻ വേണ്ടിയില്ലേ നീ ഇത്രേ പറഞ്ഞോളൂ. ഈ ഒരു കാര്യം മാത്രമല്ല, എന്റെ ഒരു അനാവശ്യമായിട്ട് വാക്കുപോലും നീങ്ങില്ല അവിടെ. അപ്പൊ ആ കൂടെ നിൽക്കുന്ന ആഴ്ച എടുത്ത് വെച്ചു, കൂടെ എന്തായാലും അയാളുടെ ചോദിച്ചു അനാവശ്യമായിട്ട് വാക്കുപോലും നീങ്ങില്ല. അപ്പം ഇയാള് തന്നെ ആക്രമിക്കുമായിരുന്നു. അപ്പൊ ആ സംസാരം നാളെ മാറ്റി നിർത്തിയിട്ട് എന്താ മറ്റേ മോനെ വിളിച്ച് അപ്പോഴെടുത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാൻ വൈക്കിന്ന് അടിച്ച് തറയിട്ടു. ക്രൂരമാർദ്ദി കമ്പി വെച്ച് അടിച്ച് കാലിനോട് പൊട്ടലുണ്ടല്ലേ? കണ്ണിന് നല്ല പരിക്കുണ്ടല്ലേ? ശരിയാണ്. നീതി നിഷേധിക്കപ്പെട്ടവർക്കായി ശബ്ദമുയർത്തുന്നവൻ. സബ്സ്ക്രൈബ് കോയിപ്പടാൻ യൂട്യൂബ് ചാനൽ.